പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ്
ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയണത് സ്വന്തം എന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവമായിട്ട് എടുക്കും. അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഓരോ ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും ഫലത്തിൽ. സങ്കീർത്തനം 118:8-9 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ ഭരിക്കാതെ വരണത്. അതായത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ദൈവാനുഭവം കിട്ടിയവന്. സൂസി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ നായരമ്പലത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഉടമ്പടി എടുത്തത്. എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിനും എൻ്റെ മകൾക്ക് BS നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തത്. മകളുടെ +2 കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫുൾ A+ കിട്ടണവർക്കാണ് നഴ്സിംഗ് കേരളത്തിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി എടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ, തൃശ്ശൂരിലുള്ള മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. ബാക്കി കാര്യം മോള് പറയുന്നതാണ്. ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഇന്നൊരു നഴ്സായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ആൻമേരി. ഞാൻ എറണാകുളം ജില്ലയിലെ എടവനക്കാട് നായരമ്പലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് BS നഴ്സിങ്ങിൽ പഠനത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തന്നെ എൻ്റെ അമ്മയുടെ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ ആഗ്രഹിച്ചതിലും മനോഹരമായ ഒരു നല്ലൊരു വിദ്യാലയത്തിൽ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. നല്ലൊരു കോളേജ് തന്നെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠന മേഖലയിലേക്ക് കടന്നു. സെമസ്റ്റർ വൈസ് പഠനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്.
ഇതിന് എൻ്റെ ബാച്ചിന് തൊട്ട് മുന്നേ വരെയും ഇയർ വൈസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് സെമസ്റ്റർ വൈസ് പഠനം BSc നഴ്സിംഗ് പഠനം നടക്കുന്നത് കേരളത്തിൽ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ മുതലേ പഠിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ മുതലേ ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോൾ എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് എപ്പോഴും വിഷമിക്കുകയായിരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പാസ്സാവാൻ പറ്റൂ എന്നുള്ള പേടിയൊക്കെ എപ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാനെപ്പോഴും സങ്കടപ്പെട്ട് അമ്മനെ വിളിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഞാനും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാവാനായിട്ട് സാധിച്ചു. പിന്നെയുള്ള എനിക്ക് കൂടുതൽ ധൈര്യം, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കൂടുതൽ ധൈര്യവും ഉണർവും ഉണ്ടായി. അതോടൊപ്പം ഞാനും ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനകളും നിബന്ധനകളിലും പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും പിന്നെ എൻ്റെ പഠനം തുടരുകയും എനിക്ക് എല്ലാ സെമസ്റ്ററുകളിലും മാതാവ് എന്നെ പൂർണ്ണമായും പാസ്സാക്കി തരുവാനും സഹായിച്ചിട്ടുണ്ട്. പരീക്ഷാവേളയിൽ ഞാൻ മാതാവിൻ്റെ ഉപകരണങ്ങളായ നേർച്ച വസ്തുക്കളായ ഉപകരണങ്ങളല്ല കേട്ടോ, നേർച്ച വസ്തുക്കൾ, ഉപ്പ്, തൈലം, കാശിരൂപം എന്നീ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എക്സാം സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങുന്നതിന് മുന്നേയും തുടങ്ങുന്നതിന് ശേഷവും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് പരീക്ഷയ്ക്ക് കയറുകയും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉത്തരക്കടലാസ് കൊടുക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് 8th സെമസ്റ്റർ വരെയും പൂർണ്ണമായി ഒരു വിഷയത്തിൽ പോലും ബാക്കൗട്ട് ഇല്ലാണ്ട് എല്ലാ വിഷയവും പൂർണ്ണമായി പാസ്സാവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ മെയ് 6-ാം തീയതി എൻ്റെ ഗ്രാജുവേഷനായിരുന്നു. എല്ലാം അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായി ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളുകയും ദിവ്യാരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉടമ്പടി പത്രങ്ങൾ എല്ലാ മേഖലകളിലും ഞാൻ കോളേജിലോട്ട് പോകുമ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും എല്ലായിടത്തും ഉടമ്പടി പത്രങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ പ്രായമായിട്ടുള്ള വഴിയോരങ്ങളിലിരിക്കുന്ന എല്ലാവർക്കും അമ്മയാൽ കഴിയുന്ന വിധം ഭക്ഷണങ്ങളുണ്ടാക്കി അവർക്ക് വിതരണം ചെയ്യുവാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, അവൾക്ക് ഫീസ് കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുമായിരുന്നു. ഓരോ ഇയറും മാതാവ് കൂടെ നിന്ന് ഭയങ്കര ശക്തിയായിട്ടാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സെമ്മ് ആയപ്പോൾ ആരോടും ചോദിക്കാനില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്ത് ചെയ്യും, ഈ വർഷം ഞാൻ എങ്ങനെ ഫീസ് കൊടുക്കും എന്ന് വിചാരിച്ച് ഞാൻ വളരെയേറെ വിഷമിച്ച്. ആ സമയത്താണ് ഞങ്ങളുടെ അടുത്തുള്ള മർച്ചൻസ് അസോസിയേഷനിൽ നിന്ന് ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നൊരു കുറി തുടങ്ങുന്നുണ്ട്, നീ ചേരണുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കാശില്ല, അതിലെങ്ങനെ ചേരുമെന്ന് എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് പറയണ്, നീ അത് ചേര്, എങ്ങനെയെങ്കിലും നീ ചേരെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനത് കടം മേടിച്ച് ചിട്ടി ചേർന്ന്. എന്നിട്ട് ഞാനൊന്ന് ആ റെസീറ്റ് എൻ്റെ കയ്യിൽ വെച്ച് മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു. 3 മണിയായപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറയാണ്, എടി മോളെ നിനക്കാണ് ചിട്ടി കിട്ടിയിരിക്കണമെന്ന്. അങ്ങനെ കുഞ്ഞിൻ്റെ ആ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ഫീസ് അടക്കാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്ന്. കൂടാതെ എൻ്റെ പങ്കാളിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം യാതൊരു വരുമാനമില്ലാതെ വിഷമിച്ചിരിക്കണമായിരുന്നു. യൂബർ ഓടണമായിരുന്നു, പക്ഷെ അതിൽ യാതൊരു ഇതും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഹൈക്കോടതിയിൽ ഡെയിലി വൈസായിട്ട് ആ മകനൊരു ജോലി മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ
ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കുടുംബസമേതം വഴിയോരത്തിലിരിക്കുന്നവർക്ക് വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടു കൊടുക്കും. കൂടാതെ ഡയാലിസിസ് പേഷ്യൻറ്റിന്, ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ എന്നാൽ കഴിയുന്ന സഹായം എല്ലാ മാസവും തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾ കുടുംബസമേതം ഒന്നിച്ചാണ് പേപ്പറുകളെല്ലാം വിതരണം ചെയ്യുന്നത്. എല്ലാ മാസവും ഇവിടെ വന്ന് പേപ്പർ വാങ്ങിച്ചു കൊണ്ടുപോകും. വാങ്ങി ഞങ്ങൾ ഒന്നിച്ച് കുടുംബസമേതമായിട്ട് ഓരോ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷനിൽ ഓരോ വീടുകളിലും കൊണ്ടു നടന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഉടമ്പടി, ഒത്തിരി പേരെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഉടമ്പടി വസ്തുക്കൾ പലർക്ക് കൊടുത്തിട്ടും പല അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടിയിൽ ഉഴപ്പിപ്പോയി വീണ്ടും എടുക്കണില്ല, പുതുക്കണില്ല എന്ന് പറഞ്ഞവരോട് കൂടുതൽ സംസാരിക്കുകയും അവർക്ക് ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ മാതാവിൻ്റെയും ഈശോയുടെയും സാക്ഷികളായിട്ട് ജീവിക്കുകയാണ്. ഇതെല്ലാം അമ്മ മാതാവും ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾക്ക് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 7-ാം തിരുവചനമാണ്. പഠനമേഖലയിൽ തനിക്ക് മികവ് കുറയുമ്പോൾ താൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയാകുമോ എന്നൊക്കെയുള്ള ഒരു ഭയവും, അതിലും മുൻപേ ഒരു അഡ്മിഷൻ കിട്ടുവാൻ, നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുവാനുള്ള മാർക്ക്, അത്രയും അതിനേക്കാൾ മാർക്കുള്ളവർ പോലും അഡ്മിഷന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ തനിക്ക് ഒരു അഡ്മിഷൻ, അതും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുവാനൊക്കെ ഇടയായത് തൻ്റെ അമ്മയുടെ ഉടമ്പടി മൂലമാണെന്ന്, ഉടമ്പടിയിൽ പ്രാർത്ഥന നിയോഗം മൂലമാണെന്ന് മകളിവിടെ പറയുകയുണ്ടായി. പിന്നീട് ആ മകളും ഉടമ്പടി എടുത്തു. വീണ്ടും എങ്ങനെയാണ് തൻ്റെ പഠനത്തിൽ ഓരോ പ്രാവശ്യവും സെമസ്റ്റർ എക്സാമിന് തനിക്ക് ഒരു ബാക്കപ്പും ഇല്ലാതെ BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുവാനും ഗ്രാജുവേഷനും കഴിഞ്ഞ് ഇന്നൊരു നേഴ്സായിട്ട്, ഒരു പ്രൊഫഷണൽ നേഴ്സായിട്ടും ആണ് ഇന്ന് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. തൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിതം തുടരുകയാണ് ആ മകൾ. അതുപോലെ തൻ്റെ മകളുടെ പഠന ആവശ്യങ്ങൾക്കായി ഉള്ള സാമ്പത്തികം, അതിനൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, ആരോ എന്തോ നീ ഒരു കുറി കൂടുക എന്നുള്ളത്, അപ്പോൾ ആ ചിട്ടിയൊക്കെ തനിക്ക് വേണ്ടി അന്ന് ഒരുക്കിയതുപോലെ ഈ മകൾക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് നമ്മോട് പങ്കുവയ്ക്കുക. അങ്ങനെ കുടുംബം ഒന്നിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ആത്മീയ ജീവിതമൊക്കെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരാകാതെ എങ്ങനെയാണ് തങ്ങളെ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയുടെ കീഴിൽ തങ്ങൾക്ക് സംരക്ഷണം കിട്ടിയതെന്നും ഇന്നും സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ, ഉടമ്പടി ജീവിതം നയിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുന്നതെന്നും ഈ കുടുംബം പറയുന്നു. അതുപോലെ ഉടമ്പടി വീണ്ടും പുതുക്കാത്ത, അല്ലെങ്കിൽ സാക്ഷ്യം പറയാതെ ഉടമ്പടി ജീവിതത്തിൽ തങ്ങൾക്കൊന്നും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന പലരെയും വീണ്ടും ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ വിശുദ്ധ അൾത്താരയിൽ നിർത്തിയതിന് എനിക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി. എൻ്റെ പേര് ജിജി, എൻ്റെ ഭാര്യ ശാലിനി. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ യാക്കോബ സഭ വിശ്വാസത്തിലുള്ളതാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ ജസ്റ്റ് വന്ന് ഇവിടെ പത്രത്തിലൂടെയാണ് ഈ കൃപാസന യൂട്യൂബിലൂടെയും ഞങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ശരി, ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അതിന് ഫലമായി ഉടമ്പടി ജീവിക്കുകയും എല്ലാ മാസവും ഇവിടെ വരികയും പത്രം വാങ്ങുകയും ഉടമ്പടി നല്ല രീതിയിൽ ജീവിച്ചു പോന്നു. വൈഫിന് ക്യാൻസർ ഒന്ന് ഭേദമായതാണ്. അത് ഫലമായിട്ട് ഞങ്ങൾ ഈ മാർച്ച് മാസം ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാമോഗ്രാഫും
അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടിൽ ഓവറിയിലും ചെസ്റ്റിനും ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങളിനിയിപ്പം പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പെറ്റ് സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ച് പറഞ്ഞു ഇതിൽ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു തൈറോയിഡിന് കാണിക്കണമെന്ന് പറഞ്ഞു. തൈറോയിഡിന് ചെറിയ ഒരു ഞൊടികൾ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. വീണ്ടും തൈറോയിഡിന് FNAC ചെയ്തു. FNAC സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തപ്പോൾ അതിന് തൈറോയ്ഡ് പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അപ്പം ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞു തൈറോയ്ഡ് പോസിറ്റീവാണ്, അത് ജീവിതകാലം മുഴുവൻ ഇനി മരുന്നും കഴിക്കണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യപ്പാടെ തകർന്നു പോയി. അപ്പം ഞങ്ങൾക്കും ഒരു വിശ്വാസമുണ്ട്, ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടിയിലുള്ളതായതുകൊണ്ട് നമ്മളൊന്നും പേടിക്കണ്ട, ആ ഒരു വിശ്വാസം കൂടി. അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ നിങ്ങളിനിയും ഡേറ്റ് നോക്കി ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഇവിടെ വന്ന് വീണ്ടും എടുത്തിട്ട് ഓപ്പറേഷൻ വരത്തക്ക രീതിയിൽ വന്നോളാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ വീണ്ടും ഇവിടെ വന്നു. ഉടമ്പടി വൈഫും ഉടമ്പടിയിലാണ്. അപ്പം വീണ്ടും അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും FNAC പ്രാർത്ഥിച്ചിട്ട് വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി FNAC ടെസ്റ്റ് ചെയ്തു. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലും എല്ലാം തൂത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ കത്തി വെക്കാൻ സമ്മതിക്കരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ FNAC ചെയ്തു. അപ്പം അതിനകത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി FNAC ചെയ്തു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാം വേറൊരു ഹോസ്പിറ്റലിൽ. ഈ റിസൾട്ടുമായിട്ട് വേറൊരു തൈറോയിഡിൻ്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പം അവിടെ അവിടെ ഹോസ്പിറ്റലിനെ നോക്കിയപ്പം ഇവിടുത്തെ മാതാവിൻ്റെ ഒരു ഫോട്ടോസ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ആ ഒരു പകുതി ഭയവും ആകുലതയും മാറി. കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പവുമില്ല, ഓപ്പറേഷനും വേണ്ട, മരുന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഡോക്ടർ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇവൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും മരുന്ന് കഴിക്കണം, ജീവിതത്തിൽ മരുന്ന് മുടക്കം കൂടാതെ കഴിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. തൈറോയിഡിൻ്റെ രോഗമുള്ളവർക്കറിയാം, വെളുപ്പിന് 5 മണിക്ക് ഒരു മരുന്നുണ്ട്, ഉറക്കളിപ്പ് പാടില്ല, ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു അസുഖമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒന്നും പറഞ്ഞു ഒരു മരുന്നും കഴിക്കണ്ട, അതായത് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു. അത് ഞങ്ങൾ സാക്ഷ്യം അവിടെ വെച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് അൾത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു നേർന്നു. അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ അതുകൂടാതെ ഈ ഉടമ്പടിയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അച്ഛനൊരു വലുവിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. വലുവ് രോഗവുമായിട്ട് ഇവിടെ അലർജി രോഗം മാറി. അതിന് വലുവിൻ്റെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഈ തൈലം തൂത്തുപരമായിട്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അമ്മയ്ക്ക് അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു, അത് മാറിയായിരുന്നു. മലാത്തായതുകൊണ്ട് കുണ്ടരാത്തെ അത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ വൈഫിൻ്റെ കൊടുക്കാം. ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഞാനിവിടെ വന്ന് 2025 ഉടമ്പടി എടുത്തായിരുന്നു. എനിക്ക് ക്യാൻസർ വന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചതാണ്. അപ്പോൾ എൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. FNAC ചെയ്തപ്പോഴത്തേന് ആദ്യം പോസിറ്റീവ് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലാണല്ലോ, അമ്മയെ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചെന്നോർത്ത് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ വേറെ പോയി ഒരു ടെസ്റ്റൊക്കെ നടത്തി. അവിടെ ചെന്നപ്പോഴത്തേന് ഡോക്ടറിനെ കാണിച്ചപ്പം ഇതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പമില്ല, ഒരു മരുന്നും കഴിക്കണ്ട, ഫോളോ അപ്പ് ആയിട്ട് ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അതിനെല്ലാം ഉത്തരം തന്നതിന് നന്ദി. ഒത്തിരിയേറെ രോഗസൗഖ്യം എനിക്ക് തന്നു. ഒത്തിരിയേറെ കാലുവേദനയായിട്ടും തലവേദനയായിട്ടും പല്ലുവേദനയായിട്ടും ഒത്തിരി രോഗസൗഖ്യം ഉടമ്പടി തൈലത്തിലൂടെയും വിശുദ്ധ ഉപ്പിൻ്റെ എല്ലാം പ്രതിഫലമായിട്ട് തൈലമൊക്കെ ഉപയോഗിച്ചു
പ്രാർത്ഥിച്ച് തൊണ്ടയിലെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അതെല്ലാം സൗഖ്യം ലഭിച്ചു. പിന്നെ എൻ്റെ മക്കളെല്ലാം നല്ല രീതിയിൽ പഠിക്കുവാനും ഒക്കെ തുടങ്ങി. ഒരു 10ാം ക്ലാസ്സിലും +2 ഒക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി നേഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുന്നു. അമ്മച്ചിക്ക് പ്രായമായ അമ്മച്ചിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. എത്ര മരുന്ന് കഴിച്ചാലും അത് മാറത്തില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി തൈലം തൂത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഉപ്പിട്ട് വെള്ളത്തിൽ കൊടുക്കുകയും തേൻ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനെല്ലാം പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എൻ്റെ ഹസ്ബൻഡിന് കണ്ണിന് ഒരു ഇല വന്ന് കൊണ്ടിട്ട് അതിന് ഭയങ്കരമായ ഇൻഫെക്ഷനായിപ്പോയി. അത് കണ്ണിസോക്കേടാണെന്നും പറഞ്ഞിരുന്ന് മരുന്നൊക്കെ ഒഴിച്ചിട്ട് അത് 3-4 ദിവസം കഴിഞ്ഞ് ഇൻഫെക്ഷനായി. ഞങ്ങൾ ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞു. അത് ഇൻഫെക്ഷൻ വന്ന് പോയി ഞങ്ങൾ പെട്ടെന്ന് അത് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3-4 ദിവസം മരുന്നൊഴിച്ച് കെട്ടിവെച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം ആ കണ്ണിന് ലഭിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് 7 കെട്ട് പത്രം മേടിക്കുകയും അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാം കൊണ്ട് കൊടുക്കുകയും മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്കുകയും ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് എനിക്ക് ക്യാൻസർ വന്നതും സൗഖ്യം കിട്ടിയത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നതെല്ലാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചിലർ മടിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തപ്പം വേസ്റ്റ് പാത്രത്തിൽ ഒരാളിട്ട് ഞാനത് മാറി നിന്ന് കണ്ടിട്ട് ഞാനത് എടുത്തിട്ട് ഞാൻ തിരിച്ചു ചെന്ന് പുള്ളിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് പറയണം, ഇത് നിങ്ങൾ കളയല്, ഇത് അമ്മയുടെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു പത്രമാണ്, ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി തൈലമൊക്കെ മേലാത്ത രോഗികൾക്ക് വേണ്ടി കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും പൊതിച്ചോറ് ഒക്കെ മേടിച്ച് കൊടുക്കും. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇടയ്ക്ക് ആകാം പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന സഹായം ചോദിക്കുന്നവർക്കെല്ലാം സഹായം കൊടുക്കുകയും പിന്നെ ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ പൈസയൊക്കെ കൊണ്ട് കൊടുക്കാറും ഒക്കെയുണ്ട്. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഒരിക്കൽക്കു കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞങ്ങൾ പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾക്കില്ലായിരുന്നു. എഴുന്നേൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമെന്നേ ഉള്ളായിരുന്നു. ഇപ്പം ഞങ്ങൾ ഉടമ്പടിയിലായതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയിട്ട് വന്ന് താമസിച്ച് കിടന്നാലും ഞങ്ങൾ ആ കറക്റ്റ് സമയത്ത് അലാറം വെച്ച് 5 മണിയാകുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കും. 5:30 ആകുമ്പോഴത്തേനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുക്കും. അതുപോലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനിങ്ങനെ 7 ദിവസത്തിനകം നിങ്ങളുടെ കാര്യത്തിനൊരു ഉത്തരം കിട്ടുമെന്ന് അച്ഛനിങ്ങനെ 7 പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ FNACയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അന്നേരം അത് ഉറച്ച് വിശ്വസിച്ച് എനിക്ക് 7 ദിവസത്തിനകം എൻ്റെ അമ്മ എനിക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. അപ്പോൾ 7ാം ദിവസമാണ് എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതെല്ലാം നെഗറ്റീവായിട്ട് വന്നു. പിന്നെ ഞാനിവിടെ വന്ന് എനിക്ക് കാല് ഒന്ന് വീണായിരുന്നു. അപ്പോൾ എൻ്റെ കാല് ഒരു 3 ആഴ്ചയോളം അത് കെട്ടിവെച്ച് ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാലിന് എനിക്ക് ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വീട്ടിൽ ആരും ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാനത് കാല് വെച്ചുകൊണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അന്നേരം മാതാവിൻ്റെ ഉടമ്പടി തൈലമൊക്കെ തൂത്ത് പ്രാർത്ഥിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അതെല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോഴും കാലിനൊരു ചെറിയ വേദന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ അൽത്താരയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കാലിന് മസിൽ കയറുന്ന പോലെ വന്ന് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഞാൻ ആ വിളക്കിൽ നിന്ന് എണ്ണയെടുത്ത് ഞാൻ അവിടെ കുരിശിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ ഇങ്ങനെ ആ പത്തിയുടെ അവിടെയായിട്ട് ഇങ്ങനെ ഒരു സൂചിക്ക് കുഴിച്ചെടുത്തതുപോലെ ഒരു കുഴി ഇങ്ങനെ വന്ന് ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഇത് കാണിച്ച് ആ കുഴിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കാലിൻ്റെ വേദന അമ്മ എടുത്ത് മാറ്റി. അപ്പം ഞാനൊരു സാക്ഷ്യത്തിൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ മേലാത്ത ഒരാൾക്ക് ഇങ്ങനെ കീഹോൾ സർജറി ചെയ്തതുപോലെ അവർക്ക് അമ്മ അത് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റേത്. കാലിൻ്റെ ഞരമ്പിൻ്റെ അവിടെ സൂചിക്ക് കുത്തിയതുപോലെ ഒരു പാട് പോലെ ഇങ്ങനെ കിഴിഞ്ഞ് കിടന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ കാലിന് വേദന ഉണ്ടായിട്ടേ ഇല്ല. ഇതെല്ലാം ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും
നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടായിരുന്നു. സൈഡിലായിട്ട് നീലത്തിരി 2 പ്രാവശ്യവും പച്ചത്തിരിയിൽ 1 പ്രാവശ്യവുമായിട്ട് വന്നായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന പേടകം അങ്ങനെ ഇതുപോലെ ഒരു തിരിയിൽ ഇങ്ങനെ രൂപപ്പെട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പേടകത്തെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാനത് മനസ്സിലായത്. എൻ്റെ തിരിയിൽ ആ പേടകം ഇങ്ങനെ വന്നായിരുന്നു, മുന്നിലിങ്ങനെ വന്നായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. എല്ലാം ഇത്രത്തോളം ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ ഉണക്കായപ്പം വെള്ളം പറ്റിപ്പോയായിരുന്നു. മോട്ടറടിച്ചിട്ട് വെള്ളം കയറിയില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ വെള്ളം ഇറക്കാതെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ചെറിയൊരു കാശ് രൂപം കൊണ്ടു കിണറ്റിലിട്ട് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ വെള്ളം പൈസ കൊടുത്ത് മേടിക്കാനിടയാക്കാതെ ഞങ്ങൾക്ക് വേണ്ടുന്ന വെള്ളം അമ്മ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ മോട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടാങ്ക് നിറഞ്ഞ് വെള്ളം കിട്ടി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളമുണ്ട്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ പോയി മൊബൈലിൽ ഞാൻ ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളും റെക്കോർഡ് വെച്ചിട്ട് ഓരോരുത്തരെയും കാണിക്കും. അറിയാൻ മേലാത്തവർ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഈ മൊബൈൽ റെക്കോർഡ് കാണിച്ച് അവരെ ഇതുപോലെ ഈ പള്ളിയെക്കുറിച്ച് അറിയാൻ മേലാത്തവർ ഇത് കാണിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് പത്രം കൊടുക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുക്കുന്നത്. അതുപോലെ എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ്. ചങ്ങനാശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കോട്ടയത്തോട്ടും പോവും. ആഴ്ച ഇവിടെ എല്ലാ മാസവും വന്ന് 10 കെട്ട് പത്രമായിട്ട് പോയി വിതരണം ചെയ്യും. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും അവിടെ അനാഥരായിട്ടുള്ള വാർഡുകളിലെല്ലാം പോയി അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് അറിയാൻ മേലാത്ത യങ്സ്റ്റേഴ്സായിട്ടുള്ള പിള്ളേർ സെറ്റൊക്കെ ഇന്ന് മൊബൈൽ വീഡിയോ കാണുമ്പം ഞാൻ അവരുടെ കൂടെ അടുത്ത് ഇരുന്നിട്ട് പരിചയപ്പെട്ടിട്ട് മോനെ ഈ ഒരു സാക്ഷ്യങ്ങളെല്ലാം കാണിക്കും. ഇത് ഭയങ്കര അത്ഭുതം. ഇവിടെ ഈ പള്ളിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ എൻ്റെ മോനാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നല്ല മാർക്കോടി പാസ്സായതാണ്. മോൻ വരാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ ആ കാര്യമൊക്കെ എല്ലാം പഠിക്കുന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ പത്രം പിള്ളേർക്ക് ഷെയർ ചെയ്യും. പിന്നെ മൊബൈൽ വഴിയുള്ള ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഇവിടുത്തെ പ്രാർത്ഥനയും എല്ലാം ചൊവ്വാഴ്ച ധ്യാനവും ഞാൻ യൂട്യൂബ് വഴി, വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി ഈ പത്രം കൊടുക്കുമ്പോൾ ഒത്തിരി അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി എന്തിനാണ് താനിങ്ങനെ ഈ ബാഗുമൊക്കെ ആയിട്ട് ഈ പത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇതുപോലെ അവഹേളന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് കിട്ടുന്നതെന്ന് പറയും. അപ്പം ഞാൻ പറയും അങ്ങനെ പറയാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടങ്ങ് മാറിപ്പോവും. എല്ലാം തന്ന ദൈവത്തിന് നന്ദിയും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുവാനും കോടാനോടി നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തെ ഒരുമിക്കുന്നു. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിൻ്റെ വ്യാധിയിൽ നിന്ന് മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. ഈശോയുടെ മകനെ, മകളെ എന്നുള്ളൊരു വിളി. ആ വിളിയാണ് നമ്മുടെ വിശ്വാസം കൊണ്ടാണ് മകനെ, മകളെ എന്ന ഒരു വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ, വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നാം ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ ആ വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നാം വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമതകളും ഭയങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിൻ്റെ ദിവ്യ സ്പർശനത്താലാണ് നമുക്ക് സുഖപ്പെടുത്തുന്നത്. സൗഖ്യം നൽകിയത് ഈശോയാണ്. പക്ഷെ അതിൻ്റെ വാതിൽ തുറന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വാതിലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് നമുക്ക് ഉടമ്പടിയിൽ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമെല്ലാം രക്തസ്രാവ സ്ത്രീയെപ്പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാലും ഞാൻ സുഖപ്പെടുമെന്ന് വിശ്വസിച്ച പോലെ നമ്മുടെ ജീവിതത്തിലും ആ ദിവ്യ സ്പർശനം നമുക്കും ആ വസ്ത്രത്തിൽ ഒന്ന് തൊടുവാൻ സാധിച്ചെന്നെങ്കിൽ എന്ന ഒരു വിശ്വാസമാണ് നമ്മെയും സുഖപ്പെടുത്തുന്നത്.
ആ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അരികിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുന്ന ഈ സന്നിധി, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം ഓരോ കണ്ണീരും തുടച്ചു നീക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ആലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും ഈശോയുടെയും അമ്മയുടെയും ആ ദിവ്യ സ്പർശനവും കരസ്പർശനവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജിജി ശാലിനിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന ആ ദൈവ സാന്നിധ്യമാണ് നമുക്കിതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നത്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്ന് പറയുന്ന ആ ദൈവം തന്നെയാണ്, ആ ഈശോ തന്നെയാണ് നമ്മുടെ കൂടെ ഇന്നും നമ്മുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. അവിടുത്തെ ദിവ്യസ്പർശനത്തിനായിട്ട് നമ്മൾക്കും കൊതിക്കാം. ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാനുള്ള ഒരു വഴിയാണ് നാം തുറന്നു കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജിജി ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രദക്ഷിണത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്നെ എൻ്റെ കുടുംബത്തെ സഹായിച്ച മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷിജി, എൻ്റെ ഭർത്താവ് പ്രസാദ്. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന സ്ഥലത്ത്. ഞങ്ങളുടെ സഭ CSI സഭയാണ്. പരിശുദ്ധ അമ്മയെപ്പറ്റി ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഫോണിലൂടെ എപ്പോഴും യൂട്യൂബ് കാണുന്ന സമയത്ത് കൃപാസന അമ്മയുടെ കാര്യം എപ്പോഴും പറയും. എൻ്റെ അടുത്ത് പറയും, നീ പോയി ഉടമ്പടി എടുക്ക്, നിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി കിട്ടും, അമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ലഭിക്കും എന്നുള്ള ഒരു തഴിഞ്ഞ മട്ടിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും അത് കാണാനിടയായി. അപ്പോൾ പല സാക്ഷികളും കേട്ടപ്പോൾ ഞങ്ങൾക്കത് ലഭിക്കും എന്നുള്ളൊരു അനുഗ്രഹം കിട്ടും എന്നുള്ളൊരു ഇത് ഉറപ്പായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഒരു പ്രാവശ്യം വന്നു, ഞങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് വന്നിട്ട് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു പോയി. പിറ്റേ തവണ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്ത് 1.5 വർഷമായിട്ട് ഇനി ഭർത്താവിന് ഗവൺമെൻറ് വർക്ക് ലഭിക്കാനുള്ള ലൈസൻസ് കിട്ടാതെ പല പ്രാവശ്യം ബാങ്കുകൾ കയറി നടന്ന അവസ്ഥയായിരുന്നു. എപ്പോൾ പോയാലും അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞു വിടുന്ന അവസ്ഥ. എന്നാൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് 8ാമത്തെ ദിവസം ആ സർട്ടിഫിക്കറ്റ്, ആ ലൈസൻസോടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അതിന് മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ടുള്ള സാക്ഷ്യം, എനിക്ക് ഒരു ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെയാണ് അതികഠിനമായ ഒരു തലവേദന എനിക്ക് അനുഭവപ്പെട്ടു. കിടന്ന സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. വിക്സ് പുരട്ടി, എന്നാൽ ഞാൻ തുണി കൊണ്ട് തല ഇറക്കി കെട്ടി, എന്നിട്ടും എനിക്ക് ഒരു വിധത്തിലുള്ള സൗഖ്യം എനിക്ക് ലഭിച്ചില്ല. ഞാൻ കരഞ്ഞു, വളരെയധികം ഭാരപ്പെട്ടു. എന്നാലും ഈ ഉടമ്പടി തൈലം ഇരിക്കുന്ന കാര്യം പോലും ഞാൻ ഓർമ്മിക്കാതെ ഞാൻ ഈ വിക്സിലും ഈ തുണിയിലാണ് അഭയം പ്രാപിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നു, അമ്മയുടെ തൈലം ഇരിക്കുകയല്ലേ, അത് കുറച്ച് പുരട്ടി നോക്കാം. ഞാൻ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി. ആ വേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. ഞാൻ സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങി. അതുവരെയും കിടന്നുറങ്ങാൻ പറ്റാതെ ഇരുന്ന എനിക്ക് സുഖമായൊരു നിദ്രം എൻ്റെ മാതാവ് തന്നു. അതിന് മാതാവിന് 1000 നന്ദി. 10 വർഷമായി ഞങ്ങൾ ലോൺ എടുത്തത് 9 ലക്ഷം രൂപയാണ് ഞങ്ങൾ ലോൺ എടുത്തിരുന്നത്. അത് 10 വർഷമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. ഈ 2025 ജനുവരി മാസം ബാങ്കിൽ നിന്ന് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ലോണ് 9 ലക്ഷം രൂപ എടുത്തത് 21 ലക്ഷം രൂപയായി ഞങ്ങൾ അടയ്ക്കണം. മാർച്ച് 10 മുമ്പേ അടച്ചില്ലെങ്കിൽ അത് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങളെ വസ്തുക്കളെല്ലാം വന്ന് അവർ ബാങ്കിൽ നിന്ന് വന്ന് നോക്കിയിട്ടാണ് പോയത്. അതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായി. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ ഞങ്ങളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു. പോയ സമയത്ത് അമ്മയുടെ കാശ് രൂപവും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ഭർത്താവ് എന്തെങ്കിലും സംസാരിച്ചപ്പോലും ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ മനസ്സിന് മൊത്തം ഈ വിശ്വാസ പ്രമാണം മാത്രമായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. അമ്മയുടെ കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് അവരെന്ത് പറയും എന്നുള്ള ഒരു ആവലാതി ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ 2-3 തവണ പോയ ശേഷം ഞങ്ങൾ മാനേജർ റൂമിൽ കയറിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയതാണ്. അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ പോയി നോക്കിയപ്പം മാനേജറുടെ ചിരിച്ചൊരു മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു അവിടെ. അപ്പോഴത്തേക്ക് അപ്പോൾ മാനേജർ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടൊരു പേപ്പർ കൊടുത്ത് അതെന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവർ ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ
പല ദിവസങ്ങളിലും ഞങ്ങൾ കയറി ഇറങ്ങി. പല ബാങ്കുകളിലും ഇതിൻ്റെ ഹെഡ് ഓഫീസിലൊക്കെ ഞങ്ങൾ പോയി. അപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം ഞാൻ വിടാതെ പിടിച്ചിരുന്നു. ഇവിടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലും അമ്മയുടെ കാശ് രൂപവും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പോകുന്നവരുടെ കൂടെ അമ്മ കൂടെ പോകുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ പറയും, അമ്മ എൻ്റെ കൂടെ വരണം. ഞാൻ എവിടെയൊക്കെ പോയി സംസാരിക്കുന്നു അവിടെയൊക്കെ എൻ്റെ അമ്മയും കൂടെ വന്ന് സംസാരിക്കണം. ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിയില്ല, അമ്മ തന്നെ അത് സംസാരിച്ച് ഞങ്ങൾക്കത് ഒരു തീർപ്പാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഹെഡ് ഓഫീസിൽ പോയപ്പോഴത്തേക്ക് അവിടെയുള്ള മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് മരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മ ക്യാൻസറായിട്ടാണ് ആ ലോൺ എടുത്ത സമയത്ത് മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേപ്പർ ഞങ്ങളവിടെ ഹാജരാക്കി. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇത് വെച്ച് നോക്കട്ടെ, കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. 21 ലക്ഷം രൂപ നമുക്കത് 16 ലക്ഷം രൂപയായിട്ട് അടയ്ക്കാം, അപ്പോൾ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഒറ്റത്തവണ തീർപ്പാക്കല് അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല. ഞങ്ങൾ ഭവനത്തിൽ വന്നിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ കൊണ്ട് അത് അടയ്ക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് വസ്തുവും തിരിച്ചു വേണം. പിന്നീട് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ 9 ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എന്നാലും ഞങ്ങളെ കൊണ്ട് 1 രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥ. കാരണം അത്രത്തോളം ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞാൻ മാതാവിൻ്റെ ചോദിച്ചു, മാതാവേ ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നു മാതാവേ, ഞങ്ങൾക്ക് ഒരു വഴി തുറന്ന് തരണമേ എന്ന് ചോദിച്ചു. എന്നാൽ എൻ്റെ മാതാവ് എനിക്ക് പല വഴികൾ തുറന്ന് തന്നു. പല വഴികൾ കൂടെ ഞങ്ങൾക്ക് എല്ലാം പലരാലും അതുവരെ ഈ 10 വർഷം ഞങ്ങളെ സഹായിക്കാതിരുന്ന എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് വേണ്ടി കൈനീട്ടി. ഞങ്ങളെല്ലാവരും കരുതി ഞങ്ങൾക്ക് സ്വർണ്ണങ്ങളും കാശുകളായിട്ടൊക്കെ തന്ന് ഞങ്ങൾക്ക് ആ വസ്തു തിരിച്ചെടുക്കാൻ സഹായിച്ചു. ഈ 10 വർഷം ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഇത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് അത് ലഭിച്ചത്. അത് തന്ന മാതാവിന് 1000 നന്ദി, ഉണ്ണീശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും പരിചയമില്ലാത്ത ആൾക്കാരുടെ കയ്യിലൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കും. ഓരോ ഞങ്ങളുടെ സാക്ഷ്യം കൂടെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് അല്ലാതെ കൊടുക്കാൻ അറിയില്ല, കാരണം അവരെങ്ങനെ വാങ്ങുമെന്നുള്ളത് അറിയില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുക്കാറുള്ളത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ റോഡുകളിലൊക്കെ ഇങ്ങനെ ആവശ്യമായിട്ട് കഴിയുന്നവർക്ക് ഞങ്ങൾ ചോറ് പൊതി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ആവശ്യം പറഞ്ഞു വരുന്നവിടുത്ത് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആത്മീയ ജീവനം വഴി ഞങ്ങൾ CSI സഭയിലാണ് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ആരാധനയുണ്ട്. എന്നാൽ കുമ്പസാരം അങ്ങനെ എല്ലാ പൊതുവായിട്ടുള്ള കുമ്പസാരമാണ് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും നടത്താറുള്ളത്. പിന്നെ കുർബാന ഒരു ദിവസമാണ് മാസത്തിൽ ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തും. ബൈബിൾ വായനയും നടത്താറുണ്ട്. ഡെയിലി ബ്രെഡ് കേൾക്കും. അച്ഛന് ധ്യാനത്തിൽ എനിക്ക് ഒരു ദിവസം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം അത് കേൾക്കും. എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് ഈ ഉടമ്പടി തന്നെ ഞങ്ങൾ കുടുംബമായി തന്നെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹമുണ്ട്. മക്കൾക്ക് ഞങ്ങൾ CSI ആയതുകൊണ്ട് അവർക്ക് ഇതിലോട്ട് വരാനുള്ള ഒരു ഇതുണ്ട്. കാരണം അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. ഞാൻ ആദ്യം RC പള്ളിയിലായിരുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ഒരു ഇതുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവും കൂടി ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൂടി സപ്പോർട്ടായിട്ട് വരുന്നു. ഞങ്ങൾക്ക് കുടുംബമായി തന്നെ ഉടമ്പടി പൂർത്തിയാക്കുവാൻ അമ്മ മാതാവ് ഉണ്ണീശോയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വരും. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ഈ മകന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് ഈശോയുടെ ഒരു വലിയ ഇടപെടലും അനുഗ്രഹവും കൃപയുമായിട്ടാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് വരുന്ന ഹെഡേക്കായിരുന്നു. തലവേദന കൂടുതൽ തീക്ഷ്ണമായപ്പോൾ, സഹിക്കാൻ പറ്റാത്ത തലവേദനയായപ്പോഴാണ് നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് രോഗസൗഖ്യം ലഭിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. 10 വർഷം മുമ്പ് ലോൺ എടുക്കുകയും ലോൺ അടയ്ക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവിടെയും വീണ്ടും അവർ പറയും ബാങ്കിൽ നിന്ന് പേപ്പർ വന്നു, 9 ലക്ഷം എടുത്തത് 21 ലക്ഷമായി. എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. മാർച്ച് 10 ലാസ്റ്റ് ഡേറ്റ്, ജപ്തി പേപ്പർ വരും. അവർ ബാങ്കിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് പോയി. ഇനി ആകെ ഒരു പ്രതീക്ഷ ഈശോയും അമ്മയും മാത്രം. കയ്യിലൊന്നുമില്ല. പലരോടും പല പ്രാവശ്യവും സഹായം ചോദിച്ചു, പക്ഷെങ്കിൽ ആരും സഹായത്തിനില്ല.
അങ്ങനെയാണ് വീണ്ടും പരിശുദ്ധ അമ്മയെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഒരു വഴി ചോദിക്കുകയാണ്. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പല പ്രാവശ്യവും ബാങ്കിൽ കയറി ഇറങ്ങിയ ആ ബാങ്കിൽ തന്നെ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ചെന്നപ്പോൾ ആ ബാങ്ക് മാനേജർ തന്നെ സാന്നിധ്യം തന്നെ ഒരു പുഞ്ചിരിച്ച ഒരു സാന്നിധ്യമായിരുന്നു. കാരണം ഈ മക്കൾ ഉടമ്പടി കാശുരൂപം മുറുക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെയാണ് ആ ബാങ്കിലേക്ക് കയറുന്നത്. അങ്ങനെ ആ ബാങ്ക് മാനേജറിൻ്റെ ആ ഇടപെടലിലൂടെ വീണ്ടും ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെയാണ് വേറൊരു ഓപ്ഷൻ, മറ്റൊരു ഓപ്ഷൻ ഇവരുടെ മുമ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഓപ്ഷൻ തുറന്നു കൊടുക്കുകയും അങ്ങനെ അവർക്ക് കുറയ്ക്കുകയും ആ എമൗണ്ട് കുറയുകയും ചെയ്തത്. പിന്നീട് കൊടുക്കേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പലരും നോ പറഞ്ഞത്, പലരും ഇല്ല എന്ന് പറഞ്ഞവരാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വർണവും പണവുമായിട്ട് കൈ നീട്ടിയത്. അതുകൊണ്ടാണ് ഈ മകൾ പറയുന്നത്, അമ്മയോടും ഈശോയോടും ഒരു വഴി ചോദിച്ചപ്പോൾ പല വഴികൾ തുറന്നു തന്ന ഈശോയും അമ്മയുമാണെന്നാണ്. ഇവരുടെ ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അങ്ങോട്ട് കയറി ചെന്ന് ഇവരെ കൈ പിടിച്ച് മുന്നോട്ട് നടത്തുകയായിരുന്നു. ഒരു രക്ഷയുമില്ലാത്തപ്പോൾ, ആരുമില്ല സഹായിക്കാൻ. പക്ഷെങ്കിൽ ഒരു വഴി തുറന്നു തരാൻ ചോദിച്ചപ്പോൾ പലരിൽ കൂടെ സ്വർണവും പണവുമായിട്ടാണ് ഇവരെ സഹായിച്ചത്. അങ്ങനെ ഒരിക്കലും 10 വർഷം സാധിക്കാത്ത കാര്യമാണ് വെറും ദിവസങ്ങൾക്കകം ആ 9 ലക്ഷം ഇവരുടെ കയ്യിലായത്. അങ്ങനെ ജപ്തിയില്ലാതെ ആ വസ്തു ഇവർക്ക് തന്നെ വീണ്ടും കിട്ടുകയാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് സഹായം ലഭിച്ചതുകൊണ്ട് ഗവൺമെൻറ് ജോലിക്കുള്ള കോൺട്രാക്റ്റ് ബേസിസിലുള്ള ലൈസൻസ് കിട്ടിയതുകൊണ്ട് സാമ്പത്തികമായിട്ട് കരകയറാൻ സാധിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആ കടമേലൊക്കെ ബാധ്യതയെല്ലാം തീർക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് തിടുക്കം കൂടേണ്ട ആവശ്യമില്ല. വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവ സാന്നിധ്യമാണ് നമുക്കുറപ്പുള്ളത്. നമ്മൾ പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങൾ ദൈവം മുന്നിൽ കാണുന്നു. ഒരിക്കലും നമ്മളെ വിഷമിക്കുന്ന കാര്യം എന്തായാലും ഈശോയുടെ അമ്മയുടെയും കൊടുക്കുമ്പോഴും, പ്രത്യേകിച്ചും നമ്മുടെ കൃപാസനം അമ്മ കുടുംബ പ്രശ്നങ്ങളിൽ മുഴുവൻ ശ്രദ്ധാലുവായ ഒരു അമ്മയാണ്. കാനായിൽ വെച്ച് അത് തന്നെയാണ് ചെയ്തത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ നമ്മുടെ മുൻപിലും പിൻപിലും നമ്മുടെ കാവൽക്കാനായിട്ട് ദൈവമുള്ളപ്പോൾ ആ ഈശോയുടെ കരങ്ങളിലേക്കാണ് അമ്മ നമ്മെ സുരക്ഷിതമായിട്ട് ഉടമ്പടിയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കൃപയുടെ ഒരു ജീവിതമാണ്. നാം ഒറ്റയ്ക്കല്ല, ദൈവം മുന്നിലും പിന്നിലുമുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ഒരു വഴി ഒരുക്കി തരുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ജീവിതത്തിൽ വഴി പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ഒരാത്മീയത ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നേറുവാനും ഈശോയും അമ്മയും നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഷിജിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളിവിടെ വന്നത് 2025 ജനുവരി 13 ഞാനും മകളും കുടുംബമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞാനും മകളും ഉടമ്പടി എടുക്കുകയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകൻ്റെ ഭാര്യയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥന കാണുകയും ചെയ്തു. ഞങ്ങളിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് കൃപാസനം പത്രം വായിക്കാൻ കിട്ടുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു സങ്കടമുള്ളത്, ഞങ്ങളുടെ മക്കൾക്ക് മക്കളില്ല. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി, മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾ ഹിന്ദുക്കളാണ്. അങ്ങനെ ആ പത്രം വായിച്ചതിനാൽ ചേച്ചി പറഞ്ഞു എത്രയും പെട്ടെന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നു. അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്തത് 2025 ജനുവരി 13 പക്ഷേ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മകൾ പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. ഭയങ്കര അതിശയായി. ഞങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷെ മകള് 2017 ജൂലൈ 10 വിവാഹം കഴിഞ്ഞതാണ്. 2018 അവൾ പ്രഗ്നൻ്റായി. 5.5 മാസമായപ്പോൾ യൂട്രസിന് സെർവിക്സ് 2.5 ഉള്ളൂ. അതിനാൽ ഇത് ഗർഭപാത്രം തുറന്നു പോരെയാണ് 5.5 മാസമായപ്പോൾ.
രണ്ടാമത് 2019 പ്രഗ്നൻ്റായി. അപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് പ്രഗ്നൻ്റായി ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ 5.5 മാസമായപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ആരും ഉറങ്ങിയിട്ടില്ല. കാരണം അതിനു മുമ്പുള്ള 5.5 മാസം ഞങ്ങൾക്ക് പ്രശ്നമുള്ളതായിരുന്നു. ഇവിടെ ഞാൻ വന്നു 5.5 മാസമായപ്പോൾ ജോസഫ് അച്ഛനെ കണ്ടു. അപ്പോൾ ഇവൾ ബെഡ് റെസ്റ്റിലാണ്. 1ാമത്തെ മാസം തുടങ്ങി ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. വാഷ്റൂമിൽ പോകാൻ മാത്രമേ എഴുന്നേൽക്കണുള്ളൂ. കിടന്നുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവളെ നോക്കേണ്ടതാണ്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ അടുത്ത് തന്നെ ഞങ്ങൾ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു. അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ ഇവളുടെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ ഹസ്ബൻഡ് അയച്ചു തന്നു. ഞാൻ തൊട്ടടുത്ത് ഇവിടെ ഉള്ളൊരു കഫേയിൽ പോയി ഫോട്ടോ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ വയറ്റത്ത് തൈലം പുരട്ടി പൂശിക്കൊണ്ട് എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹമുണ്ട്. അല്ലാണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ 2 പേരും പ്രഗ്നൻ്റ് ആവില്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് 5.5 മാസം കഴിഞ്ഞ് 6.5 മാസം കഴിഞ്ഞ് 7.5 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വയറ്റത്ത് കുരിശ് വരട്ടി ഈ തൈലം കൊണ്ട് കുരിശ് വരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ സ്കാനിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഉപ്പ് കൊണ്ടുപോകും. സ്കാനിങ് റൂമിൽ ഉപ്പ് വിതറിയാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറണത്. കാരണം ഇനി എന്ത് പറയുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഓരോ ദിവസങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവും, സ്പോട്ടിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞങ്ങൾ 7 ദിവസം 9 ദിവസം എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോഴൊക്കെ കട്ടിലിൻ്റെ കാലിൻ്റെ 4 സൈഡിലും ഉപ്പൊക്കെ വിതറി മാതാവിനോട് സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടും. മാതാവ് അങ്ങനെ സംരക്ഷിക്കും. സന്ധ്യാനേരത്തെ എല്ലാ ദിവസവും ആശുപത്രിയിൽ 8 ദിവസം 9 ദിവസം കിടക്കുകയാണെങ്കിലും സന്ധ്യയ്ക്കും രാവിലത്തെ 5:30 ഡെയിലി ബ്രെഡും ആശുപത്രിയിൽ ഒരു മടിയും കൂടാണ്ട് ഞങ്ങൾ ആളുകളുടെ മുന്നിലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 9 മാസം പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ, ദൈവത്തിൻ്റെ ഛായയിലുള്ളൊരു കുഞ്ഞാണിത്. ശരിക്കും ദൈവഛായയിലുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഞങ്ങളുടെ മകൻ്റെ ഭാര്യ, ഇത് മകൾക്ക് കുഞ്ഞുണ്ടായത് 2026 ഫെബ്രുവരി 25-ാം തീയതിയാണ് ഈ മോൻ ജനിച്ചത്. 2026 മാർച്ച് 31-ന് മകൻ്റെ ഭാര്യയും പ്രസവിച്ചു. അതും ഒരാൺകുഞ്ഞ് തന്നെയാണ്. 2 പേർക്കും ശരിക്കും കാലാവധി പൂർത്തീകരിച്ച് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകിയ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. തന്നെയല്ല, ആശുപത്രിയിൽ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് അവിടെ വന്ന് ചികിത്സിക്കുന്നത്. എല്ലാവരും തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങളാണ് മിക്കതും ജനിക്കണത്. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഞങ്ങൾ കാണുന്നതാണ്. തൊട്ടടുത്ത റൂമിലുള്ളവർ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞിനെ NICUയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഡെയിലി മാതാവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുഞ്ഞിനെ NICUയിലോട്ട് കൊണ്ടുപോകരുത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെയും അന്ന് തന്നെ ഞങ്ങളുടെ റൂമിൽ കിട്ടുകയുണ്ടായി. ഞങ്ങൾ പത്രം വാങ്ങിച്ചൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് 5 കെട്ട് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. എനിക്ക് പത്രം കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടരികിലാണ് താമസിക്കുന്നത്. അതിനാൽ പത്രവിതരണം ഞങ്ങൾക്കുണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ടാണ് വിതരണം ചെയ്യുന്നത്. എല്ലാവരും വാങ്ങിക്കും. പിന്നെ എൻ്റെ അടുത്ത് പത്രം ചോദിച്ച് വരാൻ തുടങ്ങിയ ആൾക്കാർ, എന്നെ കാണുമ്പോൾ കൃപാസനം എന്ന് വിളിക്കുന്ന ചില ആളുകൾ വരെ ഇപ്പോൾ ഉണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ട്. അവർ വിളിച്ച് നന്ദി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാവിനും നന്ദി പറയുകയുണ്ടായി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യണത്, ഞങ്ങൾ മൂവാറ്റുപുഴയാണ് 1 കൊല്ലമായിട്ട് താമസിക്കുന്നത്. അത് കാരണം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് എല്ലാ മാസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കൂടാതെ വൃദ്ധസദനത്തിൽ ഇപ്പം ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആയതിനാൽ ഫ്രൂട്ട്സ് വാങ്ങുന്നതിനുള്ള ക്യാഷാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കൂടാതെ എൻ്റെ അടുത്ത് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് കൊന്തയും ബൈബിളും
കാശ് രൂപവും വാങ്ങിച്ച് ഞാൻ കൊടുത്തുണ്ടും അവർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അവരെല്ലാവരും വിളിച്ചെന്നെ നന്ദി പറയുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയും. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ വീടിന് ഈ ഒരു സന്തോഷക്കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിന് ഇരട്ടി സന്തോഷമാണ് തന്നത്. മക്കൾക്ക് മക്കളെ തന്ന് അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും തിരുക്കുമാരനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കും. 2025 ജനുവരി 13 ഞാനും അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആദ്യത്തെ 3 മാസം ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിന്നെ ഉടമ്പടി പുതുക്കാൻ ഏപ്രിലിൽ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ജോസഫ് അച്ഛനെ കാണാനുള്ള അനുവാദം വാങ്ങി. അതിനുവേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എനിക്കിത് മാത്രമല്ല, എനിക്കൊരു കുഞ്ഞിനെ വേണം. പക്ഷേ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛനെ കാണാൻ അച്ഛനോട് എനിക്കത് പറയാൻ സാധിക്കില്ല, അത് ഞാൻ മാതാവിനോട് നേരിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഊഴത്തി അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചത്, ജോലിയില്ലല്ലേ, കുട്ടികൾ എത്രണ്ണുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു കുട്ടികളില്ല എന്ന് പറഞ്ഞു. അതെന്താ എന്നോട് പറയാഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറയാഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ജോലിക്ക് വേണ്ടി പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അച്ഛനെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അച്ഛൻ കുട്ടിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു വന്ന് സാക്ഷ്യം പറയണമെന്ന്. എനിക്ക് ആ സമയത്ത് തന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അതും ആദ്യം സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. 2ാമത്തെ സ്കാനിങ് ആയപ്പോഴേക്കും കുട്ടിക്ക് ഹാർട്ട് ബീറ്റോ കാർഡിയാക് ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 10 ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഇത് കളയേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് ഉടമ്പടി പുതുക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അമ്മ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് അമ്മയ്ക്ക് ഇവിടെ പ്രദർശനത്തിൻ്റെ സമയത്ത് മാതാവിൻ്റെ രൂപം കയ്യിൽ കിട്ടി. ഞാനത് ലൈവ് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്നേരത്തെ അത്ഭുതമായി, മാതാവിൻ്റെ രൂപം എൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ സ്കാനിങ്ങിന് ഞാൻ കാശ് രൂപവും ഉപ്പും എല്ലാമായിട്ടാണ് കയറിയത്. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ സ്കാനിങ് റൂമിൽ കിടന്നത്. ആ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഡോക്ടറിനെ കേൾപ്പിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ഇത് മാതാവ് തന്ന കുഞ്ഞാണെന്ന് എനിക്കപ്പം മനസ്സിലായി. ഡോക്ടറും പറഞ്ഞു ഈ കുഞ്ഞിനെ കിട്ടേണ്ടതായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഓക്കെയാണ്, ഇത് മുന്നോട്ട് പൊക്കോളും എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രഗ്നൻസി മുന്നോട്ട് പോയി. അന്ന് മുതൽ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചൊല്ലാൻ പഠിച്ചതും ഞാൻ ആ സമയത്താണ്. എന്നിട്ട് ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, ഇത് മാതാവ് തന്ന കുഞ്ഞാണ്, എൻ്റെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് 9 മാസം പൂർത്തിയാക്കി മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. ഫെബ്രുവരി 23 ശേഷം മാത്രമേ എനിക്കൊരു വേദനയോ എന്താണെങ്കിലും വരാൻ പാടുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തൈലം ഡെയിലി വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഞാൻ കിടക്കുന്നതിന് ചുറ്റും അമ്മ ഉപ്പ് വെതറുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഫെബ്രുവരി 23 ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 25 എനിക്ക് ഒരു മോനെ ലഭിച്ചത്. ഇത് മാതാവ് തന്നെ തന്ന കുഞ്ഞാണ് എന്ന് ഈ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവണം. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. വെളിപാട് 21:4 അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ലസിത എന്ന ഈ അമ്മയും മകളും കുഞ്ഞും തീർത്താൽ തീരാത്ത കടപ്പാടോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ്. കുടുംബം ഈ അൾത്താരയിലേക്ക് കടന്നു വന്ന സാഹചര്യം അമ്മ സൂചിപ്പിച്ചു. 2 മക്കളും വിവാഹിതരായി. ഒരാൾ 8 വർഷം, ഒരാൾ 4 വർഷം. 2 പേർക്കും മക്കളില്ല. ഏറെ ക്ലേശകാലത്തിലൂടെ കടന്നു പോകുന്നു. അതൊരു കണ്ണീരായി കുടുംബത്തിൽ അവശേഷിക്കുന്നു. ഇടയ്ക്ക് ക്യാരിയിങ് ആകുമെങ്കിലും അത് മിസ്കാരേജ് ആവുന്നു. അങ്ങനെയുള്ള പ്രതീക്ഷകളും നിരാശകളും വീടിനകത്ത് നിരന്തരം മാറി കയറി ഇറങ്ങി പോകുന്നതിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ കുടുംബം അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മ പറഞ്ഞു, ഉടമ്പടി എടുത്ത് അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ മുതൽ വീടിനകത്ത് സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ.
അമ്മ മാതാവ് നിയോഗം ഏറ്റെടുത്തത്. ജോസഫ് അച്ഛൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ തിരികെ വന്ന് മക്കൾ എത്രയുണ്ടെന്ന് ചോദിക്കുകയും കുഞ്ഞില്ല എന്നറിയുമ്പോൾ ആ നിയോഗം കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് മകളെ ആശീർവദിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ അരികിലേക്ക് ഒരു വിഷയം സമർപ്പിക്കുവാൻ ജോസഫ് അച്ഛൻ പോകുമ്പോൾ അമ്മ കൃത്യമായും അവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് പാസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ അൾത്താരയിൽ അച്ഛനെ ആശീർവദിക്കുന്ന നിമിഷങ്ങളിൽ അച്ഛൻ ഇവിടുന്ന് നമ്മൾ കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധിയോടുകൂടി വളരെ വിശ്വസ്തതയുള്ളൊരു നിയോഗമാണ് അച്ഛൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിടുന്നതെങ്കിൽ അച്ഛൻ അമ്മ മാതാവിൻ്റെ അരികിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തരും. നമ്മളത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ പുറത്ത് പറയാത്ത വിഷയമാണെങ്കിലും അമ്മ അത് അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ പറയും. ആ കൺഫർമേഷനാണ് ശരിക്കും മകളെ അച്ഛന് കണ്ട സമയത്ത് ചെയ്യുന്നത്. അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നത് അച്ഛന് കിട്ടിയ കമ്മ്യൂണിക്കേഷനാണ്. അത് മോളോട് വന്ന് കൺഫർമേഷൻ എടുത്തിട്ട് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ശാക്തീകരിച്ച് വിടുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ അസാധ്യമല്ല. ഏത് വിഷയത്തിന്മേലും ദൈവം കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് അനുഗ്രഹം നിരന്തരം നൽകിക്കൊണ്ട് ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായി ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യും. ഇതൊരു അക്രൈസ്തവ കുടുംബമാണ്. അമ്മയെ അറിഞ്ഞ നിമിഷം മുതൽ അമ്മയോടും ഈശ്വരനാഥനോടും അവരുടെ ആത്മശരീരങ്ങളെ ചേർത്ത് വെച്ച് അവർ പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും വിശ്വാസത്തോടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുന്നതും എങ്ങനെയെന്ന് രണ്ടുപേരും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അമ്മയിൽ ശരണപ്പെടുക, വിശ്വസിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിക്കുക. എത്ര വലുതും എത്ര അസാധ്യമായതും എത്ര കാലപ്പഴക്കമുള്ളതും അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് നേടിത്തരും. ഈ കുടുംബത്തിന് ലഭിച്ച 2 കുഞ്ഞുങ്ങളെ പ്രതി അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്ക് തിരുവാനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ആരംഭിക്കട്ടെ. 2024 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് മധു, എൻ്റെ ഭാര്യ സുമ, എൻ്റെ സഹോദരിയാണ് നിൽക്കുന്നത് പ്രീത, എൻ്റെ സഹോദരി ഭർത്താവ് രമേശ്. ഏതാണ്ട് 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അത് എൻ്റെ ഭാര്യ എടുത്ത ഉടമ്പടിയുടെ സാക്ഷിയായിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് 10-20 വർഷക്കാലമായിട്ട് ചെറിയൊരു മദ്യപാനം എൻ്റെ ദുശീലമായി ഉണ്ടായിരുന്നു. അത് ഞാൻ പോലും അറിയാതെ എനിക്ക് അമ്മയുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് എനിക്ക് തരികയും അതിൽ നിന്ന് വളരെ മാറ്റമുണ്ടായി. ഇന്ന് ഈ നിമിഷം വരെ പിന്നെ ആ മദ്യപാനം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് അതിനോടുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അന്നേരം അതിനെപ്പറ്റിയുള്ള സാക്ഷി ഞാൻ വിശദമായി ഇവിടെ ഈ ആൾത്താരയിൽ പറയുകയുണ്ടായി. പക്ഷേ ആ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം ഇത് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള പരിസരത്തുള്ളവർക്കെല്ലാം ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തത് പറഞ്ഞ പോലെ. പക്ഷേ ഞാൻ അതിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഇരിക്കുമല്ലായിരുന്നു. ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് ജീവിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ 2024 മാർച്ച് 5-ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ വെച്ച ആദ്യ നിയോഗം കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണം എന്നു തന്നെയായിരുന്നു ഒന്നാമത്തെ നിയോഗം. രണ്ടാമതായി വെച്ചത് എൻ്റെ സഹോദരിക്ക് ഒരു ഒറ്റമുറി വീടേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട് വെക്കുവാനായിട്ട് സാധിച്ചില്ല. 10-14 വർഷമായിട്ട് അവർ ആ വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നിയോഗം വെച്ചിട്ടുണ്ട് വീട് റെഡിയാകാൻ വേണ്ടി. കാരണം ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ സാഹചര്യം എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഒരു തരി മണ്ണോ ഒരു തരി പൊന്നോ ഇല്ലാതെയാണ് ഞാൻ കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാളെ വിവാഹം കഴിച്ചു വിടൂ. അന്നേരം അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നപ്പോൾ ഈ അമ്മയുടെ അടുക്കൽ നിന്ന് എനിക്കറിയാം ഈ ഭവനം ലഭിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വെച്ചു. ഇവരോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ വെച്ചത്
കൃത്യമായ ഒരു ഡേറ്റ് ഇട്ട് തന്നെയാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. 2024 ഡിസംബർ 25 മുമ്പ് ആ ഭവനം എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞു. ഞാനിത് ഈ വിവരം അറിയിച്ചപ്പോൾ അവർ തിരസ്കരിക്കുമായിരുന്നു. അവർ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതിനെപ്പറ്റി പറയണ്ട, ഏപ്രിലാണെങ്കിൽ ചിലപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ലൈഫിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. എല്ലാം ലാസ്റ്റ് ഒരുപാട് പിന്നിലായിരുന്നു കിടന്നത്. അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ബ്ലോക്കിലെ PMAY ആ പദ്ധതിയിൽ നിന്ന് പെട്ടെന്ന് അമ്മയുടെ അത്ഭുതകരമായ പ്രവർത്തനം തന്നെയാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്നവർക്കെല്ലാം പോയി ഇവൾ മാത്രമായി അവശേഷിച്ച് ആ ലിസ്റ്റിൽ ഭവന പദ്ധതി തുടങ്ങാൻ വേണ്ടി 4 ലക്ഷം രൂപ അവിടുന്ന് അനുവദിച്ചു. ഈ 4 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞപ്പം പല രൂപത്തിൽ ഫണ്ടുകൾ വന്ന് നല്ലൊരു കൊച്ചു വീട് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് പൂർത്തീകരിച്ച് അവർ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് കയറി താമസം കഴിഞ്ഞു. ആ ഭവനത്തിലാണ് ഇപ്പോൾ ഇവർ 2 പേരും താമസിക്കുന്നത്. വീട് പണിയണമെങ്കിൽ ഇവർക്ക് ഒരു ചെറിയ നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നടപ്പാതയിൽ കൂടെ വന്ന് വാഹനങ്ങളൊന്നും കടന്നു പോവുകയില്ല. പക്ഷേ തൊട്ടടുത്തുള്ളവരുടെ ഒരു ബന്ധു നമ്മുടെ ഇവർക്ക് ആ വീട് പണിക്ക് വേണ്ടി മതിൽ പൊളിച്ച് തന്നു. അതുവഴി ലോറി കടത്തി ഇവരുടെ മുറ്റത്ത് സാധനങ്ങൾ കൊണ്ട് ഇറക്കാൻ സാധിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഏക മകളാണുള്ളത്. അവൾ ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് പഠിച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു അവൾക്കൊരു ജോലി ഗൾഫിൽ കിട്ടണം എന്ന്. അന്നേരം ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഇവരുടെ ഒരു ബന്ധു ഈ കുട്ടിയെ ഗൾഫിന് കൊണ്ടുപോയി. വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 30 ഈ വിസക്കാരുടെ കാലാവധി തീരും. ഇവരെന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് ഒക്ടോബറിൽ ജപമാല റാലിക്ക് വരാൻ നിൽക്കുക. വരുന്ന ആ മാസം അതിനു വേണ്ടിയുള്ള വരണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് എന്നെ വിളിച്ച് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒക്ടോബർ 30 ആ ജോലി ലഭിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബർ 22 ആ കുട്ടിക്ക് ജോലി ലഭിക്കുകയും ഇന്നിപ്പോൾ അവൾ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. പിന്നെ അടുത്തത് അച്ഛനിവിടെ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, സാക്ഷ്യം പറയാൻ മടിക്കരുത്, സാക്ഷ്യം പറയണമെന്ന്. പലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ അടുത്ത ബന്ധുക്കൾക്കാണേലും ഒരാൾക്ക് രോഗം വന്നു അവർക്ക് വേണ്ടി നിയോഗം വെച്ച് കഴിഞ്ഞാൽ ആ നിയോഗം കിട്ടി അവർ സുഖപ്പെട്ട് കഴിയുമ്പോൾ അവർ വരിക എന്നുള്ളൊരു കടമ അവർക്കും കൂടെ ഉള്ളതാണ്. പക്ഷെ അവരറിയുന്നില്ലല്ലോ ഇവിടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ രോഗം മാറിയെന്ന്. പക്ഷേ നമ്മളത് ഉറച്ച് ദൈവസന്നിധി പറയാതിരിക്കാൻ ഇവിടെ ആൾ വരാത്തതുകൊണ്ട് പറയരുതെന്നുള്ളതാണ്. എന്തിലും അവരെല്ലാം സുഖപ്പെട്ട് അതെല്ലാം ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ പറഞ്ഞത് എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. എനിക്ക് ഒരു 7 വർഷമായിട്ട് അസിഡിറ്റിയുടെ അസുഖം ഉണ്ടായിരുന്നു. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത രീതിയിലായിരുന്നു. എപ്പോഴും വയറെരിച്ചിലായിരുന്നു. ആ വയറെരിച്ചിൽ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എപ്പോഴാണ് ഇത് മാറിയെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു വർഷം ആയിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് എനിക്ക് ഇത് മാറിയത്. ഞാൻ ഉപ്പും തേനും ഉടമ്പടി തൈലവും എന്നും ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ തന്നെയാണ് എനിക്കത് മാറിക്കിട്ടിയത്. ഞാൻ ഒരുപാട് മരുന്നുകൾ നേരത്തെ കഴിച്ചിരുന്നതാണ്. സ്കിൻ അലർജി, ചേട്ടായിക്കൊരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതും ഉപ്പും ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാത്രമാണത് മാറിക്കിട്ടിയത്. പിന്നെ എനിക്ക് തിരിയിലൊരു ഡേറ്റ് കാണിച്ചു തന്നായിരുന്നു. മാർച്ച് 3 എനിക്ക് ഒരു 21 ഡേറ്റ് എനിക്ക് വളരെ വ്യക്തമായിട്ടത് കാണാമായിരുന്നു. അത് 21 മാർച്ച് 21 ഒന്നും സംഭവിച്ചില്ല. മാർച്ച് 3 അങ്ങനെ കാണുന്നത്. മാർച്ച് 21 ഒന്നും നടന്നില്ല. അപ്പം ഞാൻ ആ 21 കഴിഞ്ഞ് 27 ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നിട്ട് എനിക്കതൊന്നും ആയി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടി, നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിപ്പിനെന്ന് കണ്ടു. പിന്നെ ഞാനതേക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. അങ്ങനെ മാർച്ച് 21 കഴിഞ്ഞു, ഏപ്രിൽ 21 കഴിഞ്ഞു, ഒന്നും ആയില്ല. മെയ് 21 രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ന സമയത്ത് ഞാനിങ്ങനെ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മേ
ഇന്നും ഒരു 21-ാം തീയതിയാണല്ലോ, എനിക്കൊന്നും അടയാളങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ വീണ്ടും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ കൺസീവായി, എനിക്കിന്ന് ഡോക്ടറെ കാണാൻ പോകുന്നു. ആ 21 അത് മാതാവ് തന്ന കുഞ്ഞാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 21-ാം തീയതി. പിന്നെ ഇതുപോലെ വേറെ ഒരനുഭവമുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ ജപമാല റാലിക്ക് ഒരു നിയോഗം, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ടും കൂടി ഒരു നിയോഗം വെച്ച് എൻ്റെ ചേച്ചിയുടെ മോനും അവളുടെ മോൾക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് നടന്നിരുന്നു. ഒക്ടോബർ 26-നായിരുന്നു അങ്ങനെ ആ ജപമാല റാലി. അത് കഴിഞ്ഞ് ഡിസംബർ 1-ാം തീയതി എനിക്ക് മെഴുകുതിരിയിൽ ഒരു ഭ്രൂണത്തിൻ്റെ പടം കിട്ടുകയും ഞാനിതുവരെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ടിൻ്റെ മോള് അവളത് വാൾപേപ്പറായിട്ട് ഇടുകയും ഡിസംബർ 20 അവസാനം അറിയുന്നത് അവൾ കൺസീവ് ആയി എന്നാണ്. അവൾക്ക് ഈ ജൂലൈയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാതാവിൻ്റെ പിന്നെ ഞങ്ങൾക്ക് ഈ തിരിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം പല രൂപത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തികൾ പത്രം കൊടുക്കാറുണ്ട്, പിന്നെ ഇത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, പിന്നെ രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിൽ ഒരു അനാഥരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞായറാഴ്ചത്തെ അവരുടെ രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് 3-4 പേര് കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ മാസത്തിലൊരു ദിവസം വെച്ച് ഫുഡ് ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് ഒത്തിരി പേർക്കില്ലെങ്കിൽ കുറച്ച് പേർക്ക് ഞങ്ങൾ സാമ്പത്തികമായ സഹായം ചെയ്യാറുണ്ട്. എല്ലാത്തിലും കൂടുതൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളോട് ശത്രുത കാണിക്കുന്നവർക്ക് വേണ്ടി പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ കൂടെ പലർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം പലരും ഈ പറഞ്ഞ പോലെയാണ്, കിട്ടിക്കഴിയുമ്പോൾ വന്ന് പറയാനായിട്ട് എന്തോ ലജ്ജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പലരും വരാത്തത്. അതുപോലെ എനിക്കാണെങ്കിൽ തന്നെ ബൈബിൾ വായന ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ പല അമ്മയുടെ അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ ജോലി ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ടുള്ള മേഘത്തിൽ മഴവില്ല് പ്രത്യക്ഷമായി കണ്ടു. അങ്ങനെ പല പ്രാവശ്യവും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ച ഒരു കുടുംബം തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ മുന്നോട്ടും ഈ ജപമാല റാലിക്ക് വന്നതിനും ജപമാലയിലും സാക്ഷ്യങ്ങളിലും എല്ലാം ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പുസ്തകം വാങ്ങിയാണ് അത് പഠിച്ചത്. കാരണം ഞങ്ങൾ ക്രൈസ്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. എങ്കിലും അത് പഠിച്ചെടുത്ത് ഇപ്പോൾ അത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഈ ഉടമ്പടി തന്നെ ജീവിക്കുമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കടന്നു വരും. കാരണം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് നടന്നു കഴിയുമ്പോൾ അന്ന് തന്നെ ഞാൻ വന്ന് ഇതുപോലെ ലജ്ജിക്കാതെ ഞാൻ പറയും. ലജ്ജിക്കാതിരിക്കുന്നവന് എനിക്ക് അങ്ങനെ ലജ്ജ തോന്നാതിരുന്നതിന് എനിക്ക് ഈ വചനം 2 തിമോത്തിയോസ് 1:8 നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്, അവൻ്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവയ്ക്കുക. ഇത് തന്നെയാണ് ഞാൻ വീണ്ടും എന്നെ കളിയാക്കിയിട്ട് പോലും ഞാൻ വീണ്ടും വന്നിവിടെ സാക്ഷ്യം പറയാനും അമ്മയുടെ സാക്ഷിയായി നിൽക്കുവാനും എനിക്ക് കഴിഞ്ഞത്. ഇനിയും ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും വീണ്ടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. സങ്കീർത്തനം 111, 4, 5 വചനങ്ങളാണ്. ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും മറക്കാത്ത പിതാവാണ്. ഇസ്രായേൽ ജനത്തിലെ മരുഭൂമിയിലേക്ക് നയിച്ച ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ, ആ സാന്നിധ്യത്തോടു കൂടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ദൈവം നൽകിയ വാഗ്ദാനം ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എന്തു തന്നെ ആയാലും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ വൈകുന്ന അനുഗ്രഹങ്ങളാവാം. ദൈവം തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്ന ഒരു ദൈവമാണ്. കാനായിലെ വിവാഹ വിരുന്നിലെ ആവശ്യം കണ്ട് മാതാവ് ഈശോയോട് പറഞ്ഞത് ഓരോ കുറവുകളും
അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബ പ്രശ്നമാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും നമ്മുടെ കുറവുകൾ കണ്ട് ആ കുറവുകളെ നിറവുകളാക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൃപാസനം അമ്മ. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയുടെ മധ്യസ്ഥം വഴിയാണ്. മധുവും സുമയും നമ്മളോട് ഷെയർ ചെയ്ത ആ ദൈവാനുഭവവും അതുതന്നെയാണ്. ഈ മക്കൾ ആദ്യം സുമയാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് അവരാദ്യം സാക്ഷ്യം പറഞ്ഞു. പിന്നീടാണ് മധു ഉടമ്പടി എടുത്തത്. ഇന്ന് മധുവിൻ്റെ സാക്ഷ്യത്തിൽ ആദ്യം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഒരു ഭൗതിക കാര്യത്തിനല്ല, മറ്റൊന്നിനുമല്ല. ആദ്യ നിയോഗം തന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നാണ്. ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ഈശോയെ കൂടുതൽ അറിയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആദ്യം നിയോഗം സമർപ്പിക്കണമെങ്കിൽ അത്രമാത്രം ഈശോയോടും അമ്മയോട് അടുക്കണം. അങ്ങനെ ആദ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ നിയോഗമാണ് ഇന്ന് നിറവേറിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മധുവിൻ്റെ കുടുംബം മാത്രമല്ല, സഹോദരൻ്റെ കുടുംബവുമുണ്ട്. സഹോദരിയും ഹസ്ബൻഡും മധുവുമാണ് ഇന്ന് ഈശോയുടെ അമ്മയുടെ അരികിൽ വന്നത് നന്ദി പറയുവാനായിട്ട്. സഹോദരിക്ക് 14 വർഷമായിട്ട് ഒരു ഒറ്റമുറിയും വീടില്ല, ഒരു ഭവനത്തിലാണ് താമസിച്ചത്. പല സ്ഥലത്തും ഭവനത്തിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു, പക്ഷെങ്കിൽ ഒന്നും നടന്നില്ല. ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 ഡിസംബറിന് മുമ്പ് എൻ്റെ സഹോദരിക്ക് ഒരു ഭവനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, അമ്മയെ കൃപാസനം അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ ആവശ്യം അറിഞ്ഞ് ഈശോയുടെ അടുത്ത് ചെന്നപ്പോൾ ഈശോ പറഞ്ഞ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറഞ്ഞ പോലെ ചെയ്യാനാണ്. അങ്ങനെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കുന്നത്. അങ്ങനെ ഈ കുടുംബത്തിനും മധു എന്ന സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടത്. 2024 ഡിസംബറിന് മുമ്പ് തന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം അമ്മ ഇടപെടുകയും നല്ലൊരു ഭവനം, അതും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കിൽ നിന്ന് സഹായം കിട്ടി. പിന്നെ മറ്റ് സഹായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുകയും മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കുകയും അത് കയറി താമസിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനായിട്ടാണ് ഇന്ന് ഈ സഹോദരിയും ഹസ്ബൻഡും കൂടെ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഉടമ്പടിയിൽ പിന്നീട് വെച്ചത് ഒരു നടപ്പാത മാത്രമുണ്ടായിരുന്ന ആ ഭവനത്തിലേക്ക് ഒരു വഴിയായിരുന്നു. അത് മതിൽ പോലും പൊളിച്ചാണ് ഒരു ബന്ധുവായ ആ സഹോദരൻ ഇവർക്ക് വഴി തുറന്നു കൊടുത്തത് ഈ ഈ ഭവനം നിർമ്മിക്കുവാനായിട്ട്. ഈശോയും അമ്മയും ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുകയാണ്. ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഭവനം നൽകിയതിന് നന്ദി പറയാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നീട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട്. അതും പ്രാർത്ഥന പ്രകാരം ഒക്ടോബറിൽ 30 മുമ്പാണ് വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒക്ടോബർ 30 തന്നെ വിസ തീരുകയാണ്. ഒക്ടോബർ 30 ഒക്ടോബറിൽ ജപമാല റാലിക്ക് വന്നപ്പോഴാണ് മധു എന്ന സഹോദരൻ വീണ്ടും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ മകൾക്ക് ഒക്ടോബർ 30 മുൻപ് തന്നെ ജോലി ലഭിക്കുകയാണ്. ഇവിടെയും ഇടപെടുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹമാണ്. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. സ്കിൻ അലർജിയും അസിഡിറ്റിയും എല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. സുമ അറിഞ്ഞു പോലുമില്ല എങ്ങനെയാണ് രോഗം മാറിയെന്ന്. എല്ലാം 7-8 വർഷമായിരുന്ന അസിഡിറ്റിയാണ്. 10 വർഷത്തോളം ഉണ്ടായിരുന്ന സ്കിൻ അലർജിയാണ് മധുവിൻ്റേത്. ഇതെല്ലാം ഈശോയും അമ്മയും ഓരോ കാര്യങ്ങളിലും പറയാതെ പോലും ചോദിക്കാതെ പോലുമെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന, തൻ്റെ ഭക്തരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാത്സല്യവും കരുണയും സ്നേഹവുമാണ് നാം ഈ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. പിന്നീട് 21 ഡേറ്റ്
മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നപ്പോൾ സുമയ്ക്ക് മനസ്സിലായില്ല ഇതെന്താണെന്ന്. പിന്നീടാണ് മകൾ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് 21-ാം തീയതി മാൾ കൺസീവ് ആയെന്നുള്ള ഡേറ്റ് കിട്ടുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ആ തിരിയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് 2-1 എന്ന നമ്പർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് മുൻകൂറായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുക, കാത്തിരുന്നാൽ മതി. അപ്പോഴും ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്. മാർച്ച് 21, ഏപ്രിൽ 21 ഒന്നും ആയില്ല. അമ്മ എന്താണ് ചോദിച്ചപ്പോൾ വചനത്തിലൂടെ അമ്മ മറുപടി കൊടുക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കാൻ. ഇതാണ് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവും ആ സാന്നിധ്യം നമുക്ക് അടുത്തറിഞ്ഞ് മനസ്സിലാക്കുന്ന അമ്മയെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. വചനത്തിലൂടെയും മെഴുകുതിരിയിലൂടെയും. കൂടാതെ മധു എന്ന സഹോദരൻ്റെ ഓഫീസിൻ്റെ മുകളിൽ ഒരു നല്ല തെളിച്ചമുള്ള ഒരു മഴവില്ല് ആ ഫോണിൽ സാധാരണ കിട്ടാറില്ല ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷെങ്കിൽ ഈ ഫോട്ടോയിൽ അത് വളരെ ക്ലിയറാണ്. മഴവില്ല് അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉറപ്പാക്കുന്നത്. നമ്മളും ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. തന്നെയുമല്ല, ഇവർ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്വയം മറന്നു തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങൾ സഞ്ചരിക്കുകയും ഓർഫണേജും മറ്റ് സ്ഥലങ്ങൾ ചോറും പൊതി ഉണ്ടാക്കുകയും അവരെ കൊണ്ട് കൊടുക്കുകയും കൃപാസനം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫാമിലികൾ ഒന്നിച്ചാണ് ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ അക്രൈസ്തവയായി മക്കൾ ജപമാലയും ബൈബിളെല്ലാം വായിച്ച് ആത്മീയതയിലും വളരെ മുന്നോട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അമ്മയും ഈശോയും മിണ്ടാതിരിക്കുന്നത്, ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഇവിടെ ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നു. ഇവരുടെ ജീവിതത്തിലും അതുതന്നെയാണ്. കൃപാലുവും വാത്സല്യനിധിയുമായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സുമയുടെയും മധുവിൻ്റെയും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത്. ദൈവത്തിൻ്റെ ആ കാരുണ്യവും സ്നേഹവും വാത്സല്യവും അടുത്തറിഞ്ഞ മക്കളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ആ സ്നേഹം അടുത്തറിയാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും മധുവിനും സുമയ്ക്കും സഹോദരിയുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.